ഈ കാശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ RSS സർസംഘചാലക് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചു. ഡൽഹിയിൽ സർസംഘചാലക് മോഹൻജി ഭാഗവത് നേരിട്ടെത്തി പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തി അദ്ദേഹത്തെ കണ്ടു, ചർച്ച നടത്തി. എന്താണ് സാർ ഇതിനകത്ത് ഈ സർക്കാരിന് സംഘത്തിൻ്റെ പിന്തുണ അറിയിക്കാൻ, RSSൻ്റെ പിന്തുണ അറിയിക്കാൻ വന്നതാണോ, അതോ സർക്കാർ ഒരു RSS നയം ഈ കാര്യത്തിൽ, RSSനൊരു കൃത്യമായൊരു നയം ഈ കാര്യത്തിലുണ്ടല്ലോ, നമ്മുടെ പ്രത്യേകിച്ചും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട്, അത് ചർച്ച ചെയ്യുകയാണോ ഉണ്ടായത്? എന്താണ് ഈ കൂടിക്കാഴ്ചയെ അങ്ങ് എങ്ങനെ കാണുന്നു? എൻ്റെ ഒരു സങ്കോചവുമില്ലാത്ത വ്യക്തവുമായ മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ 100 വർഷം ഉള്ളിൽ ഒതുക്കി ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് കടക്കുന്നതിനുള്ള നിർണായകമായ നടപടി സർക്കാർ എടുക്കുന്നതിനുള്ള സാഹചര്യം വന്നിരിക്കുന്നു. അത് സർക്കാർ എടുത്തു കഴിഞ്ഞാൽ സർക്കാരിനോടൊപ്പം രാഷ്ട്രീയ സ്വയം സേവക സംഘവും ഭാരത സമൂഹവും ഉണ്ടെന്നുള്ള കാര്യം പ്രധാനമന്ത്രിക്ക് ഉറപ്പ് കൊടുക്കാൻ വേണ്ടിയാണ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് അന്ന് പ്രധാനമന്ത്രി പോയി കണ്ടതെന്നാണ് എൻ്റെ അനുമാനം. അതിനെ നമുക്ക് ഒരു പക്ഷേ വ്യത്യസ്തമായ വേറൊരു മേഖലയിൽ നിന്ന് വന്ന ഒരു നിരീക്ഷണവുമായിട്ട് കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഈ സംഭവത്തെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് എന്താ? 1500 വർഷം പഴക്കമുണ്ട് ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള ഈ തർക്കത്തിന്. അത് അവർ തമ്മിൽ പരിഹരിച്ചോളൂ എന്നൊരു അഭിപ്രായം ട്രംപ് പറയുമ്പം, ഒരിക്കലും ട്രംപ് അങ്ങനെ പറഞ്ഞത് ട്രംപിൻ്റെ മനസ്സിൽ തോന്നിയൊരു അഭിപ്രായമാകാൻ വഴിയില്ല. ഈ വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച, അദ്ദേഹത്തോടൊപ്പമുള്ളവർ പഠിച്ച് കണ്ടെത്തിയ നിരീക്ഷണങ്ങൾ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാവണം ഡൊണാൾഡ് ട്രംപിൻ്റെ ആ പ്രസ്താവന. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം 1500 വർഷത്തെ പഴക്കമുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുമ്പം ഒരു കാര്യം ആലോചിച്ച് നോക്കി. ഭാരതത്തിന് 1500 അല്ല, ആയിരക്കണക്കിനുള്ള വർഷങ്ങളുടെ പാരമ്പര്യം ചരിത്രമുണ്ട്. പാകിസ്ഥാനുണ്ടോ? ഇല്ലല്ലോ. അപ്പം ഭാരതവും പാകിസ്ഥാനും എന്ന് പറയുന്ന തർക്കം അത് ഭാരതവും പാകിസ്ഥാനുമായിട്ടല്ല എന്നും, രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള കാലങ്ങളായി തുടരുന്നു പോരുന്ന ആ ഒരു തർക്കമെന്നോ സംഘർഷമെന്നോ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, അതിൻ്റെ ഭാഗമാണ് ഇപ്പൊ കാണുന്ന തർക്കമെന്നും അത് പരിഹരിക്കുന്നതിനുള്ള അവർക്ക് തന്നെ പരിഹരിക്കാൻ കഴിയുമെന്നും പറഞ്ഞപ്പം അത് വ്യക്തമായൊരു സന്ദേശമാണ് തരുന്നത്. അത് ഒരു കാര്യം കൂടെ കാണുക എന്ന് പറഞ്ഞപ്പം ട്രംപ് ഉദ്ദേശിച്ചതും എന്ന് പറഞ്ഞാൽ മറ്റാരും, ചൈനയോ മറ്റു രാജ്യങ്ങളൊന്നും വേണ്ട, ഇത് കയറി ഇടപെടണ്ട, ഞങ്ങൾ ഇടപെടുന്നില്ല. ഇതാണ് പ്രസ്താവനയുടെ മറ്റൊരു ലക്ഷ്യം. ഒപ്പം തന്നെ വേറൊന്നും കൂടെ, ആരെങ്കിലും ഇടപെട്ട് കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഇടപെടേണ്ടി വരും. കൃത്യമായ കാര്യം അവിടെ. ഇനിയും നമുക്ക് തിരിച്ച് മറ്റേ വിഷയത്തിലേക്ക് തന്നെ വരാം. അതായത് സാർ, കേവലം ഒരു ഭൂമി പ്രശ്നമല്ല ഇന്ത്യ പാകിസ്ഥാൻ വിഷയം അല്ല. ട്രംപ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇപ്പോൾ ഒരു പക്ഷേ ചൈനയുമായിട്ടൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് പറയാം അതിര് തർക്കമാണെന്നൊക്കെ പറയാം. പക്ഷേ വേറൊരു കാര്യം കൂടെ ഞാൻ പറയുക, ഇപ്പോഴത്തെ ഏറ്റവും അവസാനത്തെ പ്രശ്നം എന്താ? ആ പഹൽഗാമിലെ കലിമ, അതായത് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവം, ആരാധനയ്ക്കും വിധേയത്വത്തിനും അർഹനായ വേറൊരു ദൈവവും ഇല്ല. മുഹമ്മദ് അള്ളാഹുവിന്റെ പ്രവാചകനാണ്. ഇത് ഞങ്ങൾ പറയുന്നു, ഇത് ലോകം മുഴുവൻ അംഗീകരിക്കാത്തവരെ കൊല്ലാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്, ചുമതലയും ഞങ്ങൾക്കുണ്ടെന്നുള്ളതാണല്ലോ ഇസ്ലാമിക ജിഹാദി കാഴ്ചപ്പാടിന്റെ അടിസ്ഥാന ഘടകം. അതെ, അത് ചൊല്ലാനും അംഗീകരിക്കാനും തയ്യാറില്ലാത്തവരെ ഞങ്ങൾ കൊല്ലും. ആദ്യ ഘടകമായിട്ട് ചോദിക്കും, കലിമ ചൊല്ലാൻ അറിയാമോ എന്ന്. ഇല്ലെന്ന് പറഞ്ഞാൽ ഉടുവസ്ത്രം അഴിക്കും.
പരിശോധിക്കും. അടിവസ്ത്രവും ഊരും. പരിശോധിച്ചിട്ട് ഞങ്ങളുടെ ഒപ്പമുള്ളവരല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ കൊന്നു തള്ളും എന്നാണ് പഹൽഗാമിൽ കാണിച്ചത്. അതെ. ഈ ഒരു സംവിധാനം ഭീകരപ്രവർത്തനത്തിൻ്റെയാണ്. അതെ. ഈ ഭീകരപ്രവർത്തനവും ഭാരതത്തിൽ ഉണ്ടാവുന്നത് ഇന്ദിരാഗാന്ധി മരിച്ച ശേഷം രാഹുൽ ഗാന്ധിയേക്കാൾ നമ്മൾ എന്താ പറയേണ്ട ഒരു പേരുണ്ടല്ലോ, പറയുന്ന പേര് പപ്പുവായ രാജീവ് ഗാന്ധി ഭരിച്ച കാലഘട്ടത്തിലാണ് ഭീകരവാദം ആരംഭിക്കുന്നത്. സിയാളുകൾക്ക് പാകിസ്ഥാനിലും. അതെ. 71 പരാജയത്തിന് പകരം ചോദിക്കാൻ വേണ്ടി നേരിട്ട് എതിർക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പം ജനറൽ സിയാവുൾക്കാണ് ഭീകരവാദം തുടങ്ങി വെച്ചത്. ഏതാണ്ട് 86-89 കാലഘട്ടത്തിൽ ഭീകരവാദം. അപ്പം അങ്ങനെ പറയുമ്പം പരമാവധി 4 ദശാബ്ദങ്ങളുടെ ചരിത്രമേ ഉള്ളൂ ഭീകരവാദത്തിനും. അത് കണക്കാക്കുമ്പോഴാണ് ഈ 1500 വർഷത്തെ ചരിത്രത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരുന്നത്. അതെ. അത് പറയുമ്പം വേറൊരു കാര്യം ഓർക്കുക. ഇസ്ലാം വിശ്വാസികളെ പ്രവാചകനെന്ന് വിളിക്കുന്ന മുഹമ്മദ് നബി, അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം 4 വർഷത്തിനുള്ളിൽ ഭാരതത്തിലേക്ക് ഇസ്ലാം എത്തി അന്ന് തൊട്ട് ഇന്ന് വരെ അവർ പിന്തുടരുന്നത് പലതരത്തിലായിരിക്കും. ആദ്യമൊക്കെ വെറുതെയുള്ള ആക്രമണങ്ങൾ, ഭീഷണി, അല്ലെങ്കിൽ പ്രകോപനം, ഇനി അതുമല്ലെങ്കിൽ മറ്റ് പ്രേരണാദാരമായ കാര്യങ്ങൾ ഒക്കെ ആണെങ്കിൽ ഇന്ന് ഭീകരവാദത്തിലേക്ക് കടന്നു എന്ന് മാത്രം. അപ്പോൾ ആ ഘട്ടത്തിൽ തൊട്ട് തുടങ്ങിയതായത്. അത് ഭാരതത്തിൽ മാത്രമല്ല, പാകൻ സംസ്കൃതി അവിടെയൊക്കെ അവർ ചെയ്ത് അങ്ങനെ തന്നെയാണ്. ജൂതരോടും ഇസ്ലാമിനോടും എന്നല്ല, അവർക്ക് യോജിക്കാൻ വയ്യാത്ത ആരെയും കൊന്നു തള്ളാം. ഇതാണ് അവരുടെ പ്രത്യയശാസ്ത്രം. രണതന്ത്രവും അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെ വന്നപ്പം ഭാരതത്തിലെ ഈ വിഷയം ഏതാണ്ട് എന്നും തുടർന്നു പോകുന്നെങ്കിലും ഞാൻ ചുരുക്കി പറയാം, ഇസ്ലാമിൻ്റെ ഭരണം, ഇസ്ലാമിക അധിനിവേശ ശക്തികളുടെ ഭരണത്തിന് ശേഷം ആംഗ്ലോ ക്രിസ്ത്യൻ അധിനിവേശ കൊളോണിയൽ ശക്തികൾ വന്നു കഴിഞ്ഞതോടുകൂടി അവരുടെ ആ പ്രാധാന്യവും അല്ലെങ്കിൽ പ്രാമുഖ്യവും നഷ്ടപ്പെട്ടു. ആദ്യം 1857 മറ്റും ഹിന്ദുവിനോട് കൂടെ ചേർന്നുകൊണ്ട് രണ്ടു കൂട്ടർക്കും ഉണ്ടാകുന്ന സമാനമായ അടിച്ചമർത്തലെതിരെ പോരാടാനും തയ്യാറായി. എന്നാൽ 1857 ആ പോരാട്ടങ്ങൾക്ക് ശേഷം ആ നൂറ്റാണ്ടിന്, അതായത് 19ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യഘട്ടമെത്തിയപ്പം ഡോക്ടർ സയ്യിദ് മുഹമ്മദ് ഖാൻ ഹിന്ദുവിനോട് വേർതിരിഞ്ഞു നിന്ന് വിഭജനത്തിൻ്റെ രാഷ്ട്രീയം കളിക്കാൻ തുടങ്ങി. അത് കൂടുതൽ തീഷ്ണമായി മാറുന്നത് ഖിലാഫത്തിൻ്റെ കാലത്താണ്. ഖിലാഫത്ത് എന്ന് പറയുന്നത്, ഞാനൊരു 2 മിനിറ്റ് എടുക്കും, വിരോധമില്ലല്ലോ. തീർച്ചയായിട്ടും. ഖിലാഫത്ത് എന്ന് പറയുന്നത് 1ാം ലോകയുദ്ധത്തിന് ശേഷം ഇസ്ലാമിക സാമ്രാജ്യത്വ ശക്തിയുടെ തലപ്പത്തിരുന്ന ഖലീഫയെ ഒഴിവാക്കാൻ വേണ്ടി നേരത്തെ കൊടുത്തിരുന്ന വാഗ്ദാനങ്ങൾ, അതായത് ഒരിക്കലും ഈ ഖലീഫയ്ക്കെതിരെ നീങ്ങുകയെന്നൊരു വാഗ്ദാനം കൊടുത്താണ് 1ാം ലോക യുദ്ധകാലത്ത് ഇംഗ്ലണ്ടും അമേരിക്കയും ഒക്കെ പ്രവർത്തിച്ചത്. അന്ന് ആ യുദ്ധം വിജയിപ്പിക്കാൻ വേണ്ടി, യുദ്ധത്തിൽ ഇംഗ്ലീഷ് പക്ഷം ജയിക്കാൻ വേണ്ടി കോഴിക്കോടും മറ്റും മുസ്ലിം പള്ളികളിൽ പ്രാർത്ഥന വരെ നടന്നു. യുദ്ധം കഴിഞ്ഞപ്പം മട്ടുമാറി. ഖിലാഫത്ത് ഇല്ലാതാക്കാൻ ഉള്ള തയ്യാറെടുപ്പായി. ഇസ്ലാമിക സാമ്രാജ്യത്തിനെതിരെ അവർ തിരിഞ്ഞു. ആ ഘട്ടത്തിൽ 1917 ഒക്ടോബർ വിപ്ലവത്തിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ശരിക്കും പറഞ്ഞാൽ അവരാണ് അന്ന് ഇസ്ലാമിക പ്രതിരോധത്തിൻ്റെ, അല്ലെങ്കിൽ ഇസ്ലാമിക സാമ്രാജ്യ ശക്തികൾ ക്രിസ്ത്യൻ ശക്തികളെ, ഇംഗ്ലീഷ് ശക്തികളെ ആക്രമിക്കുന്നതിനുള്ള പ്രേരണയും പ്രചോദനവും കൊടുത്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരെ കൂട്ടിയ ഇസ്ലാമിക തീവ്ര മതമൗലികവാദികളുടെ കൂടെ കൂട്ടിയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി താഷ്കണ്ടിൽ ഉണ്ടാക്കിയത്. 1920 തന്നെ ടർക്കിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി.
പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അന്നും അവസരവാദമാണ്. അന്ന് സോവിയറ്റ് യൂണിയൻ അതേ സമയത്തിന് രഹസ്യമായിട്ട് ഇംഗ്ലണ്ടുമായും ചർച്ച ചെയ്തു. ഇംഗ്ലണ്ട് അന്ന് ഒരു ഗതിയും പരഗതിയും ഇല്ലായിരുന്ന സോവിയറ്റ് യൂണിയന് 1920 ഒരു കരാറിൽ കൂടെ ഒരു ആംഗ്ലോ സോവിയറ്റ് വാണിജ്യ ഉടമ്പടി 1921 പറയുന്നത്, അത് കൊടുത്ത് സോവിയറ്റ് യൂണിയനെ കാല് മാറ്റുക ചെയ്തത്. അന്ന് കമ്മ്യൂണിസ്റ്റ് പ്രശ്നം കാല് മാറ്റിയതിന് ശേഷമാണ് ഖിലാഫത്ത് തകരുന്നത്. സോവിയറ്റ് യൂണിയൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകളെ ഉൾപ്പെടെ കാലുമാരുകയും എം.എൻ. റോയും അബനി ചക്രവർത്തിയും ഒക്കെ, അബനി ചക്രവർത്തി അവസാനം 1935 വെടിവെച്ച് കൊല്ലുകയായിരുന്നു. വെടിവെച്ച് കൊല്ലണോ തൂങ്ങിച്ചാലണോ എന്നാണ് സ്റ്റാലിനും ചോദിച്ചത്. അങ്ങനെ ഓപ്ഷൻ കൊടുത്തു. അബനി ചക്രവർത്തി കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഖിലാഫത്തിൻ്റെ ആ ഒരു ഘട്ടത്തിൽ നിന്നാണ്, അതിന് ഖിലാഫത്തിന് ഗാന്ധിയുടെ കോൺഗ്രസ് കൊടുത്ത പിന്തുണയാണ് ഭാരതത്തിലെ മുസ്ലിം വർഗീയ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ തുടക്കം. അത് വിഭജനത്തിലെത്തി. അത് ഡയറക്റ്റ് ആക്ഷൻ കഴിഞ്ഞ് വിഭജനത്തിലെത്തി. ആ കാലത്തിനിടയ്ക്ക് ഇഷ്ടം പോലെ മുസ്ലിം അക്രമങ്ങൾ ഹിന്ദുക്കൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട്, ഏകപക്ഷീയമായ കലാപങ്ങൾ. അതിനെയൊക്കെ ഡോക്ടർ അംബേദ്കർ, ഭീംറാവ് റാംജി അംബേദ്കർ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇത് രേഖപ്പെടുത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു വിഭജനം അനിവാര്യമാവുകയാണെങ്കിൽ വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ സമാധാനപരമായി പിരിയുന്നതിനുള്ള ക്രമീകരണം ഉണ്ടാവണമെന്ന് പറഞ്ഞു. അത് നടന്നില്ല. അത് നടന്നില്ലെന്നല്ല, അത് നടക്കുന്നതിന് ഇട കൊടുക്കാതെ അധികാരത്തിൽ എത്ര ധൃതിയുള്ള ജവഹർലാൽ നെഹ്റു തൻ്റെ അജണ്ട അനുസരിച്ച് ഭാവി ഭാരതം പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്ന നമ്മുടെ അദ്ദേഹം മുഹമ്മദ് അലി അല്ലല്ല മൗണ്ട് ബാറ്റനും അദ്ദേഹത്തെ സഹായിക്കാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ ലേഡി മൗണ്ട് ബാറ്റനും. അങ്ങനെയാണ് അംബേദ്കറെ പറഞ്ഞതുപോലും കേൾക്കാതെ തിരക്ക് പിടിച്ചിട്ട് വിഭജനം നടത്തി ഇവിടെ ചോരപ്പുഴ ഒഴുക്കിയത്. അതിനുശേഷം വന്ന ഭരണകൂടമോ, ആ ഭരണഘടനയിൽ ഉൾപ്പെടെ ഞാൻ പറയുന്നു, അന്നോട്ട് ഇന്ന് വരെ കാണുന്നത് ഹിന്ദുവിനെ അവഗണിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയമാണ്. ഇതിനെതിരെയാണ് ഖിലാഫത്തിൻ്റെ സാഹചര്യത്തിലുണ്ടായ 1920 മലബാറിലെ ഉന്മൂലനമൊക്കെ കണ്ട് അതിനുള്ള പ്രതികരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നില്ല രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് ജന്മം കൊണ്ടത്. അങ്ങനെ 1925 ജന്മം കൊണ്ട രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനും അതിൻ്റെ കൃത്യമായി പറയാൻ കഴിയില്ല പോലും അതിന് പശ്ചാത്തലമായിട്ടുണ്ടായിരുന്ന വിനായക ദാമോദർ സവർക്കറുടെ ഹിന്ദുത്വ കൺസെപ്റ്റും ഒരിക്കലും വിഭാഗീയതയുടെ ആയിരുന്നില്ല. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, ഭാരതീയരായ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സങ്കല്പമായിരുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിലും പ്രീണനത്തിൻ്റെ രാഷ്ട്രീയം വീണ്ടും ഭാരതത്തിൽ തുടർന്നു. കോൺഗ്രസ് അതിനു മുമ്പിൽ നിന്നു. കോൺഗ്രസിനെ എതിർക്കാൻ ശ്രമിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പോലും കോൺഗ്രസിനേക്കാൾ കൂടുതൽ പ്രീണനത്തിന് രാഷ്ട്രീയം കളിച്ചു. മുസ്ലിം പ്രീണനം മാത്രമല്ല, അതിൻ്റെ ഭാഗം ഹിന്ദുവിനെ അവഹേളിക്കുന്നതും അവഗണിക്കുന്നതും അധികവൽക്കരിക്കുന്നതും രീതിയായി വന്നു. ഈ സാഹചര്യം പല അനുഭവങ്ങളായി, പല യുദ്ധങ്ങളായി. 71 യുദ്ധത്തിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ട് കീഴടങ്ങിയ ശേഷം, ആ ഇന്ദിരയും മരിച്ച ശേഷമാണ് 86, 87 കാലഘട്ടമായപ്പം 86, 89 ഘട്ടത്തിലേക്ക് സിയാ ഉൽ ഹക്കിൻ്റെ ആ ഭീകരതയ്ക്ക് ഇടകൊടുത്തുകൊണ്ട്, ഭീകരവാദികളെ കടത്തിവിട്ടുകൊണ്ട് ഒളിയം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അതിന് ലോജിക്കൽ എൻഡ് വരുന്നതിനുള്ള സാഹചര്യം പാകിസ്ഥാൻ ഇപ്പോൾ ഓഫർ ചെയ്തിരിക്കുകയാണ്. അതാണ് പഹൽഗാമിലേക്ക് വന്ന കാര്യം. അതിന് എന്നേക്കുമായ ഒരു പരിഹാരം, അതാണ് ഈ വിഷയം ഇനി ഉണ്ടാവാൻ പാടില്ല. ഒക്യുപ്പൈഡ് കാശ്മീരിൻ്റെ വിഷയം പരിഹരിക്കപ്പെടണം. ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞ സാധനം അത് പാകിസ്ഥാൻ തന്നെ ഇല്ലാതാക്കി. അവർ സിംല കരാർ വേണ്ടെന്ന് വെച്ചപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയ വര വരയ്ക്കണം, പുതിയ അതിർത്തി നിർണ്ണയിക്കണം. പുതിയ ഭാരതം, പാകിസ്ഥാനുമായിട്ട് ഒരു പ്രശ്നവുമില്ലാത്ത ഭാരതം. കാരണം സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ ബലൂചിസ്ഥാനായിട്ടും അഫ്ഗാനിസ്ഥാന് വേണ്ട സ്ഥലം അഫ്ഗാനിസ്ഥാനും പിടിച്ചെടുത്ത് ഭാരതത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ വരേണ്ട സ്ഥലം ഭാരതവും
ഒക്കപ്പാട് കാശ്മീർ ഒക്കെ ഏറ്റെടുത്ത് കഴിയുമ്പം ബാക്കിയുള്ള പാകിസ്ഥാൻ, പഞ്ചാബും സിന്ധും മാത്രമായ പാകിസ്ഥാൻ, ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ സ്വസ്ഥമായിട്ട് കഴിയുന്നതിന് ഭാരതം ഒരു തടസ്സം ഉണ്ടാവില്ല. ഇതാണ് നടക്കേണ്ട കാര്യം. ഇത് നടക്കുന്നതിനാണ് ഭാരതം ആവശ്യപ്പെടുന്നതെങ്കിൽ ആ ആവശ്യം ഉയർത്താൻ സാധ്യതയുള്ളത് ഇന്ന് രാഷ്ട്രീയ സ്വയംസേവക സംഘവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരിൽ നിന്ന് മാത്രമാണ്. അങ്ങനെ വരുമ്പം ആ ഒരാവശ്യം ഉണ്ടാകുന്നതും അതിനനുകൂലമായിട്ട് നരേന്ദ്രമോദിയുടെ ഭാരത സർക്കാർ നിൽക്കുന്നതും ആരും അതിശയം തോന്നേണ്ട കാര്യമൊന്നുമല്ല. അതുകൊണ്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ കാഴ്ചപ്പാട് ദർശനമാണ് വർത്തമാനകാലത്തിലെ ഭാരത സർക്കാർ ചെയ്യുന്നതെന്നും ചെയ്യാൻ പോകുന്നതെന്നും ഞാൻ അടിവരയിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.